പാതയിൽ പാളിയു എന്നാണ് ചോദ്യം. സുജയ, നാഷണൽ ഹൈവേ 66-ലാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ സ്ഥലത്ത് വിള്ളൽ കണ്ടെത്തുന്ന സാഹചര്യമാണ്. പാതയിൽ പാളിയോ? പാളിയിട്ടുണ്ട്. കാരണം ദേശീയപാത എന്നതിനൊപ്പം നടുക്ക് നമ്മളൊരു ഇൻവെർട്ടഡ് കോമയിൽ ദുരന്തവും കൂടി ഇട്ട് എഴുതി കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇത് പരിഹരിച്ചില്ല എങ്കിൽ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ ഒരു തുടർച്ചയായുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതയാണ്. അതിൽ കംപ്ലീഷനിലേക്ക് എത്തിയത് എത്രത്തോളം ഭാഗമാണ് എന്നതുകൂടി നമ്മൾ നോക്കണമല്ലോ. 24 റീച്ചുകളുണ്ട്. അതിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്. അതിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ. അപ്പോൾ 2020 സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായ 6 ലെയിൻ പ്ലസ് സർവീസ് റോഡ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിൽ 6 എണ്ണം ഇതിനകം തന്നെ 6 റീച്ചുകൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു 5 എണ്ണമാണ് ഒരു 80% ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 അവസാനമാകുമ്പോഴേക്കും പൂർത്തിയാക്കും. കംപ്ലീഷൻ വേണ്ടി കണക്കാക്കിയിരിക്കുന്ന ഒരു പീരീഡ് 2025 അവസാനമാണ്. ആ ഒരു സമയക്രമം വെച്ചുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇപ്പോൾ ഈ ഒരു വലിയ അപകടത്തിലേക്ക് പോയത്. കാരണം ഈ പൂർത്തിയാക്കിയ 6 റീച്ചുകളുടെ കാര്യം ഞാൻ എടുത്തു നോക്കി. അവിടെയൊന്നും ഒരു വിള്ളലുമില്ല. ഈ പണി പൂർത്തിയാക്കിയിട്ടിരിക്കുന്ന ഭാഗത്തല്ല ഈ വിള്ളലുകൾ. ഈ 80% ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 100%ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ വരുന്നു, അതിനു മുൻപ് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ ഈ കാസർഗോഡ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കാസർഗോഡ് ഈ ദേശീയപാത നിർമ്മാണ മേഖലയിലുള്ള അപകട ഭീഷണിയായി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട കുന്നുകളുണ്ട്. വീരമലക്കുന്നും അതുപോലെ തന്നെ മട്ടലായി കുന്നും. ഈ മട്ടലായി കുന്നിൽ ഈ മാസം 12-ാം തീയതിയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനായി വന്ന ഒരു തൊഴിലാളി മണ്ണിടിഞ്ഞു വീണ് മരിച്ചത്. അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. പശ്ചിമ ബംഗാൾ സ്വദേശി മുത്തലിബ് മീർ എന്ന 18 വയസ്സുള്ള ഒരാളാണ് മരിച്ചത്. അതേക്കുറിച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഹൈദരാബാദിനോട് എങ്ങനെയാണ് ഈ തൊഴിലാളിയുടെ മരണം സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈ മേഘ കമ്പനിയുടെ എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽ കൊടുത്ത റെസ്പോൺസ്, ആ സമയത്ത് കൊടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത് ഈർപ്പമുള്ള മണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലിപ്പ് റോഡ് കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് കൊണ്ട് റീറ്റെയിനിങ് വാൾ കൊണ്ടുവന്നു. മുകളിൽ സോയിൽ നെയിലിങ്ങും താഴെ കോൺക്രീറ്റ് റീറ്റെയിനിങ് വാളും ചെയ്തു. ഈ റീറ്റെയിനിങ് വാൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല കമ്പനിക്ക് എന്നുള്ളതാണ്. അത് ഓപ്പൺ അഡ്മിഷനാണ്. ആ തൊഴിലാളി മരിച്ച സമയത്ത് പറഞ്ഞതാണ് ആ റീറ്റെയിനിങ് വാൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ പല ഭാഗങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പകുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത് ഈ റീറ്റെയിനിങ് വാളാണ്. അവിടെ നിന്നാണ് ഇത് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടിയുന്ന എല്ലാ ഭാഗത്തും എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഭാഗത്ത് പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ഗ്യാപ്പിൽ പണിയാതെ ഇട്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പൊതു പ്രതിഭാസമായിട്ട് കണ്ട് അത് വിലയിരുത്തേണ്ടതുണ്ട് NHAI എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. മാത്രമല്ല ലോക്കൽ ഇൻപുട്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ NHAIയുടെ രാജ്യം മുഴുവനുമുള്ള ഈ ഒരു റോഡ് നിർമ്മാണത്തിൽ, പാത നിർമ്മാണത്തിൽ അവർ പലപ്പോഴും പല കറക്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്ന DPR അല്ലെങ്കിൽ പ്ലാനിൽ നിന്നും ഡീവിയേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡീവിയേഷൻ വരുത്തുന്നത് എങ്ങനെയാണ്? ലോക്കൽ ഇൻപുട്ട് അനുസരിച്ചുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള അണ്ടർ പാസസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓവർ പാസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യമൊക്കെ NHAIക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയാണെങ്കിലും ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു ദുരന്തബാധയായി മാറാതിരിക്കാനായി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന 6 റീച്ചുകളിലേ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കിയുള്ള 18 എണ്ണം ഉണ്ട്. ആ 18 എണ്ണത്തിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കണം എന്നുള്ളതാണ് NH66ന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ തലപ്പാടി മുതൽ കാരോട് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഇൻസ്പെക്ഷനാണ് അടിയന്തരമായി നടക്കേണ്ടത്. ദേശീയപാതയുടെ ഭാഗത്ത് നിന്ന് പ്രോജക്ട് ഡയറക്ടർ അടക്കം മുൻകൈ എടുത്തുകൊണ്ട് നടത്തേണ്ടത് ഒരു ഇൻസ്പെക്ഷനാണ്. പലയിടങ്ങളിലും പണി നടക്കുന്നുണ്ട്. അവിടെ കരാറുകാരുടെ ഭാഗത്ത് നിന്ന് ഈ സമയക്രമം പാലിക്കുന്നതിന് വേണ്ടി ചില വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്ഥലത്തല്ലല്ലോ, പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. വിള്ളലും അതുപോലെ തന്നെ സർവീസ് റോഡുകളുടെ നാശനഷ്ടങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ലെയിൻ റോഡുകളായി പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ട ഇടത്തു നിന്നാണ് NH554 കുറിച്ച് നേരത്തെ മെൻഷൻ ചെയ്ത് പോയതുകൊണ്ട് ഞാൻ അതുകൂടി പറയാം. NH554 വാളയാർ ടു എറണാകുളം, ഈ കുതിരാൻ തുരങ്കപാതയടക്കം ആ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സാറും കണ്ടിട്ടുണ്ടാകുമല്ലോ, ആ വഴിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എവിടെയെങ്കിലും വിള്ളലുണ്ടോ? NH554 സമയമെടുത്താണ് കുതിരാൻ ഭാഗത്ത് ഇടിഞ്ഞു താന്നിരുന്നു. ഞാൻ പറയാം, അതിനുശേഷം അവിടെ NHAI അവിടെ സൈറ്റ് വിസിറ്റ് നടത്തുകയും അത് ക്ലിയർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ 2025 മെയിലെ കണ്ടീഷനാണ് പറയുന്നത്. അവിടെ ആകെ ഒരേ ഒരു മലയേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുതിരാൻ. ഞാൻ റോഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വീരമലക്കുന്നുണ്ട്, മട്ടലായിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കുന്നുകളുണ്ട്. അപ്പോൾ ഈ ആ പ്രദേശത്തെക്കുറിച്ച് NH66ലേക്ക് ഞാൻ വരാം. ഇവിടെ NH544 NHAIയുടെ കരാർ ഏറ്റെടുക്കുന്ന ഇതുപോലെ തന്നെയുള്ള കരാറുകാർ തന്നെയാണ് ഈ കരാർ ഏറ്റെടുക്കുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തത്. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ NH66ന് NH544ന്റെ ലക്ഷറി ഇല്ല. കാരണം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. NH544ന് അത്രയും ഒരു ഡെൻസായിട്ടുള്ളൊരു പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയിലൂടെ അല്ല പല ഭാഗങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പാത നിർമ്മാണത്തിന് ഇത്രയും പ്രതിസന്ധി അവർ നേരിട്ടിട്ടില്ല. ഇവിടെ ടൗണുകളുടെ ഒരു കിടപ്പ് കൂടി നോക്കണം. ടൗണുകൾ ഒരു 10-15 കിലോമീറ്റർ ഇടവിട്ട് വലിയ ടൗണുകളുള്ള ഒരു മേഖലയാണ് NH66ന്റെ ഭാഗത്ത്. പ്രത്യേകിച്ച് മലബാർ ഭാഗം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. അവിടെ ഞാൻ
നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടാകുമ്പോൾ അവിടെ റോഡ് നിർമ്മാണത്തിന്റെ ശാസ്ത്രീയതയാണ് സംശയത്തിൽ വരുന്നത്. ആ കരാറുകാരുടെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതകൾക്കൊപ്പം തന്നെ ശാസ്ത്രീയമായ രീതിയാണോ അവിടെ അവലംബിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇവിടെ അടിത്തറ ഉറപ്പിക്കാതെ മണ്ണിട്ട് നികത്തിയത് കൊണ്ട് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധരുടെ ഫൈൻഡിങ്ങിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചക്കകം കോടതിയിലും കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ നടത്തുന്ന പരിശോധനകൾക്കൊപ്പം തന്നെ അതിൽ അടിത്തറ ഭദ്രമായി ഉറപ്പിക്കാതെ മണ്ണിട്ട് നികത്തി അങ്ങനെ വെള്ളം ഇറങ്ങി വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിള്ളൽ കണ്ട പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സാധ്യതയുണ്ട് എന്നൊരു ഫൈൻഡിങ്ങിലേക്ക് അവർ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു ജിയോ ടെക്നിക്കൽ സർവേ പലയിടങ്ങളിൽ ഇപ്പോൾ പണി നടക്കാൻ പോകുന്ന ഇടങ്ങളിൽ മണ്ണിന്റെയും പാറയുടെയും ഘടന, അതുപോലെ തന്നെ ഭൂഗർഭ ഉറവകളുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും മഴക്കാലത്താണ് ഇനി ബാക്കി പണി ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തരം, ഗുണനിലവാരം, അതുപോലെ തന്നെ ബെയറിംഗ് കപ്പാസിറ്റി എത്രത്തോളമുണ്ട്, ഭൂഗർഭ ജലത്തിന്റെ സാന്ദ്രത, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഘടന എന്താണ്, അങ്ങനെയുള്ളൊരു ജിയോ ടെക്നിക്കൽ സർവേയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ കാണുന്ന ആശങ്ക, അതിപ്പോൾ ഈ വിള്ളലുണ്ടായ പ്രദേശത്തൊക്കെ ബസ് നിർത്തി അവിടെ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി മറുഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഈ ആശങ്കയെ നമുക്ക് നിർത്താൻ കഴിയില്ല. ഈ റോഡിലൂടെ നമുക്ക് അതിവേഗ സഞ്ചാരത്തിനാണല്ലോ 8 മണിക്കൂർ എടുക്കുന്നിടത്ത് 2.5 മണിക്കൂർ കൊണ്ട് എത്താനാണ് ഈ പാത പണിയുന്നത്. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ അണക്കെട്ട് നിർമ്മാണം പോലെയുള്ള ഉറപ്പോടെയുള്ള ഒരു പൈലിംഗ്, ബലപ്പെടുത്തൽ അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. വയൽ നികത്തിയാൽ അപകടമാണ് എന്ന് നേരത്തെ മാഡം സൂചിപ്പിച്ചല്ലോ. അവിടെ കൂരിയാട്, കൊളപ്പുറം, കുറ്റൂർ പാടശേഖരങ്ങളുണ്ട്, വേങ്ങരത്തോടും അതുപോലെ തന്നെ കൈതത്തോടുമുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ ബഹളം വെക്കുന്ന അവിടുത്തെ MLA, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവൊക്കെ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. മുഹമ്മദ് റിയാസിനെ മാത്രം കുറ്റം പറയുമ്പോൾ ഇപ്പുറത്ത് UDF പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ എത്രമാത്രം ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ അവിടെ നിന്നുള്ള MLA-മാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ തോടിൻ്റെയൊക്കെ ഘടന അവർക്ക് നന്നായി അറിയാമല്ലോ. കുറേ വോട്ട് ചോദിച്ച് അതിലേക്ക് ഒരു 10-40 വർഷമായി നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് അറിയിച്ചില്ല, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടില്ല, ഇപ്പോൾ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്നതാണോ എന്ന ഒരു സംശയം കൂടി ജനങ്ങൾക്ക് തോന്നും. പാതയിൽ പാളിയിട്ടുണ്ട്, അത് പരിഹരിക്കാൻ NHAIക്ക് കഴിയണം. Meet the editors.